എൻ്റെ കയ്യിന്ന് ഈസി വേവിൻ്റെ ബ്ലൂ പെറ്റൂണിയ പോയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പകരം കൊണ്ടുവന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു സീഡ് പോഡ് ഗോൾഡൻ ബ്രൗൺ കളറിൽ ആയി നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് സാധാരണയായിട്ട് പെറ്റൂണിയയുടെ സീഡ്സും പിങ്കയുടെ സീഡ്സും ഒക്കെ പാകി അതിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ സീഡ്സൊക്കെ ആയി കിടക്കുന്നത് കണ്ടാൽ തന്നെ ഞാനതിനെ മാറ്റി നടാനായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉഴപ്പിയിരിക്കും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ. നമ്മുടെ ക്യൂൺ ഓഫ് ഹാർട്ടും കാലിബ്രസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കി. ക്യൂൺ ഓഫ് ഹാർട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കളർ കയറി വരാനുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നന്നായിട്ട് വെയിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു പ്ലാന്റ് ക്യൂൺ ഓഫ് ഹാർട്ടിൻ്റെ കളർ നന്നായിട്ട് ബ്രൈറ്റായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പാറ്റേൺ എക്സാക്റ്റായിട്ട് തെളിഞ്ഞ് വന്നിട്ടില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഒരു പിങ്ക് കളർ മാത്രമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അന്നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ക്യൂൺ ഓഫ് ഹാർട്ട് തന്നെയാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ആ സംഭവം ആ പ്ലാന്റ് തന്നെയാണെന്ന് കേട്ടോ. നമ്മുടെ പെറ്റൂണിയ പ്ലാന്റിന് കുറേ അധികം നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന എൻ്റെ വീഡിയോസിൽ കാണിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ പെറ്റൂണിയ, മില്യൻ മിൽസ്, നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ഇതൊക്കെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നന്നായിട്ട് നിൽക്കുമ്പോൾ നാളെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നൊരവസ്ഥയാണ്. എങ്ങോട്ടേക്ക് പോയെന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ സീഡ്സ് ജെർമിനേഷനൊക്കെ അറിയാമെന്നുള്ളവർക്ക് നന്നായിട്ട് പ്ലാന്റിനെ പുതിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു പ്ലാന്റ് ബർഗൻഡി ബ്ലാക്ക് ആണെന്നാണ് കേട്ടോ എനിക്ക് ഡൗട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കറക്റ്റ് ബ്ലാക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ചെറിയ പൂവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസമേ. എനിക്കറിയില്ല, ഇത് ബർഗൻഡി ബ്ലാക്ക് ആണെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ടൈഡൽ വേവിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. റെഡും അല്ല പിങ്കും അല്ല, അതിന് ഇടയ്ക്കൊരു കളറാണ്. അത് കറക്റ്റ് കളർ ഈ ഒരു വീഡിയോയിൽ കയറി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ സെയിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ 2 ടൈപ്പ് പെറ്റൂണിയയുടെ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ്. അതിൽ ഒരു സെല്ലറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 2 പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൽ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഒരെണ്ണം കുഴപ്പമില്ലാണ്ട് കയറി വരും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഞാൻ 2 ടൈപ്പ് പ്ലാന്റ് അതിൽ കാണിച്ചു. ഒരു സെല്ലർ എനിക്ക് റീഫണ്ട് തന്നു എന്നുള്ളത് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർ റീഫണ്ട് തന്നിട്ട് നമ്മൾ ആ പ്ലാന്റ് അതിനകത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള സെല്ലറും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു പ്ലാന്റ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബേസിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം ഞാൻ അത് പറയുന്നില്ല. ഒരു ഗുഡ് ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു പ്ലാന്റ് റീഫണ്ട് കിട്ടിയിട്ടും കൊണ്ട് കാണിച്ചത്. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ പ്ലാന്റ് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വന്നപ്പോഴേ ഡാമേജ് ആയി നമ്മൾ അറിയിച്ചപ്പോൾ DTDCയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഒരു പൈസയും നമുക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വേണമെന്ന് തോന്നി. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ രണ്ടാമത്തെ നിലയിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ ഇത് വെള്ളം വീത്താണ്ട് വാടി കിടക്കുകയാണ്. ഇപ്പോൾ രാത്രി ഇപ്പം നല്ല ലേറ്റായി, എന്നാലും നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നമ്മൾ വെള്ളം കൊടുക്കാതെ എന്തായാലും ഉറങ്ങില്ല കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. എത്ര വൈകി കൂടി ഞാൻ പ്ലാന്റ്സിന് നന്നായിട്ട് വെള്ളം കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ എനിക്ക് ഉറക്കം വരെ ശരിയാവുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ പെറ്റൂണിയയുടെ പ്ലാന്റ്സിൻ്റെ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് എൻക്വയറീസൊക്കെ വന്നിരുന്നു. ഓരോ സെല്ലേഴ്സിൻ്റെ പേരൊക്കെ വെച്ച് ചോദിച്ചിട്ട് എൻക്വയറീസൊക്കെ വന്നിരുന്നു. നമ്മൾ കറക്റ്റായിട്ടും ഓരോ പ്ലാന്റ്സിനെയും ചെയ്യുമ്പോഴും അതിൻ്റെ സെല്ലേഴ്സിൻ്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ്. പക്ഷേ അവർ കുറേ പേര് നമുക്ക് പറയുന്നുണ്ട് അവർ പേര് കറക്റ്റായിട്ട് വീഡിയോയിൽ കൊണ്ടുവരൂ, ബാക്കിയുള്ളവരെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഇങ്ങനൊരു അവർ പേരൊക്കെ ഇങ്ങനെ വലിച്ചഴിച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പേരെടുത്തിട്ട് നമ്മൾ സെല്ലേഴ്സിനെ പറയാത്തത്. ഇൻ കേസ് ചിലപ്പോൾ ഇങ്ങനെ മെസ്സേജിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കറക്റ്റായിട്ടും സെല്ലേഴ്സ് ആരാന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോയിൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയില്ലല്ലോ ഈ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഒരു പെറ്റൂണിയയുടെ ഡബിൾ പെറ്റൽ വയലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. റൂട്ടൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ്. നമുക്ക് ഇതുപോലെ റൂട്ട് വന്ന പ്ലാന്റുകളെ പോലും അയക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പെറ്റൂണിയ പ്ലാന്റ്സ് കൊറിയർ ചെയ്യാനായിട്ട്.
അപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻസിനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതേ സംഭവങ്ങളൊക്കെ പോട്ടിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് എടുത്ത വിങ്കയുടെ കട്ടിങ്സ് ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ റൂട്ട് ഇറങ്ങിയിട്ടില്ല, എന്നാലും പ്ലാന്റ് അങ്ങോട്ടേക്ക് ചീത്തായി പോയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മേളിലായി കേട്ടോ. ഞാൻ പിന്നെ റൂട്ട് വരാണ്ട് ഇതിനെ അങ്ങ് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ റൂട്ട് ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് വരാത്ത കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ എടുത്ത് മാറ്റാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി എടുക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ പിന്നെന്താ ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ, ആ പെറ്റൂണിയ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പ്ലാന്റ്സ് വാങ്ങിക്കാവൂ. നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ഒരു ഡബിൾ പെറ്റൽ വൈറ്റ് ഞാൻ വാങ്ങിയ സമയത്ത് 350 ഒക്കെ ആയിരുന്നു റേറ്റ്. ഇപ്പോൾ 350 കൊടുത്തിട്ട് 80 രൂപയും കൂടി നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് പ്ലാന്റ് നമ്മൾ കൈവശം കൊണ്ടുവരുന്നത്. നമുക്കൊരു കൊറിയർ ചാർജ് ഉണ്ടാവുമല്ലോ. നമുക്ക് ആ പ്ലാന്റ് പോയി കഴിഞ്ഞാലും നമുക്ക് ആ കൊറിയർ ചാർജ് ഒഴിവാക്കിയിട്ട് 350 നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യവുമില്ലാണ്ടാണ് 80 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് ഒരു പ്ലാന്റ് നമ്മൾ കൈക്കലാക്കുന്നത്. നമ്മൾ പോയി വേണം പ്ലാന്റ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പോകുന്നതും ഒരു എക്സ്പെൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ നമ്മൾ എക്സ്ട്രാ ആയി കൊടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഉപയോഗമില്ലാതെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് കഴിവതും നമ്മുടെ പെറ്റൂണിയാസ് അത്രയ്ക്ക് നല്ല അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് മാത്രം പ്ലാന്റ്സ് വാങ്ങിക്കുക കേട്ടോ. നമുക്ക് പ്ലാന്റ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾക്ക് റീഫണ്ട് ഷിപ്പിംഗ് വേണ്ട, അല്ലെങ്കിൽ പ്ലാന്റ്സ് മാത്രം മതി എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ പെറ്റൂണിയ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ എന്തും നമുക്ക് റെഡി ടു അക്സെപ്റ്റ് എന്ന് പറയുന്നത് പോലെ എന്തും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ പെറ്റൂണിയുടെ പ്ലാന്റ്സ് വാങ്ങിക്കേണ്ടത്. ഞാനൊക്കെ ഫസ്റ്റ് ടൈമിൽ പ്ലാന്റ്സ് ചാടി കുത്തിയിട്ടാണ് വലിയൊരു എമൗണ്ടിനൊക്കെ ഓരോരുത്തരിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ടിരുന്നത്. പതിയെ അത് നമുക്ക് റിസ്ക് ആണെന്ന് മനസ്സിലായതോടുകൂടിയാണ് കുഞ്ഞു കുഞ്ഞു സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ്സുകൾ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാന്റ്സ് കൈക്കലാക്കാൻ നോക്കരുത്. നമുക്ക് ഡയറക്റ്റായിട്ട് പോയി എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ട് നോക്കിയൊക്കെ എടുത്തുകൊണ്ട് വരാമല്ലോ. അപ്പോൾ അങ്ങനെ കഴിവതും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് കണ്ട് 30, 40, 50 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പ്ലാന്റ്സ് ഓൺലൈനിൽ ഭയങ്കര വിലയാണെന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു. അത് എനിക്കിങ്ങോട്ടേക്ക് കറക്റ്റാണെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സിന് വിലയും കാര്യങ്ങളും കൊടുക്കുന്നത്. നമുക്ക് ഒത്തിരി പ്ലാന്റ്സിനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ വില കുറച്ച് കൊടുക്കുമ്പോൾ അവർക്ക് നഷ്ടമായിട്ട് തോന്നാറില്ല കേട്ടോ. അവർക്ക് പെട്ടെന്ന് പ്ലാന്റ്സുകളാവുന്നുണ്ട്. ഇങ്ങനെ ഇടവിട്ട് പ്ലാന്റ്സുകൾ വയ്ക്കുക, അതായത് ഒരു 10 പ്ലാന്റ് വയ്ക്കുമ്പോൾ 1-2 പ്ലാന്റ്സ് പിടിച്ച് കിട്ടുന്നവർക്ക് ബാക്കി ഒരു 8 പ്ലാന്റ്സിൻ്റെ കോസ്റ്റും കൂടി, അതായത് അതിനെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും കൂടി ഈ 2 പ്ലാന്റിൽ ആഡായാൽ മാത്രമായിരിക്കും അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അല്ലാച്ചാൽ ആരും ഈ ഒരു ഫീൽഡിലേക്ക് വരില്ലല്ലോ. നമ്മളും ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ വളത്തിനായാലും പോട്ടിനായാലും എല്ലാ മെറ്റീരിയൽസിനും നമ്മൾ വില കൊടുത്ത് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല പൈസയും ആവുന്നുണ്ട്. നമ്മൾ ഈവൻ ഓരോ ആഴ്ചയിൽ റിപ്പീറ്റഡായിട്ട് പെസ്റ്റിസൈഡും ഫംഗിസൈഡും പിന്നെ വളങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വിലയാണ് ഇതിനൊക്കെ വരുന്നത്. നമ്മളൊരു 100 രൂപയ്ക്ക് പ്ലാന്റ്സ് ഒരു വീക്കിൽ സെയിൽ ചെയ്താലും നമ്മൾ അടിക്കുന്ന പെസ്റ്റിസൈഡിനും വളങ്ങൾക്കും ഒന്നും അതൊരു പകരം ആവില്ല. കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഇട്ടിട്ട് വേണം പിന്നെ സാഫും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റും ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. അതായത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്, അതുപോലെ കുറച്ച് മുതൽ മുടക്കുള്ള പണിയും കൂടെയാണ് നമ്മുടെ ഈ ഒരു ഗാർഡനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പിടിച്ച് കിട്ടണമെന്നില്ല. ഞാൻ കുറച്ച് അധികം മില്യൺ മിൽസ് വെച്ചിരുന്നു, പക്ഷേ എനിക്ക് ഒന്നുപോലും പിടിച്ച് കിട്ടിയിട്ടില്ല. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നമ്മളതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ചേർത്തൊക്കെയാണ് നട്ട് വെച്ചത്, എന്നിട്ട് പോലും ഒന്നും കിട്ടിയില്ല. പല മീഡിയത്തിൽ ഞാൻ പരീക്ഷിച്ചു, പക്ഷേ എന്നിട്ടും നമുക്കത് സക്സസ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും പിടിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പമുള്ള പ്ലാന്റ്സുകളും ഉണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് ക്ലൈമറ്റ്, ഹ്യൂമിഡിറ്റി, ഇതിലൊക്കെ നമ്മുടെ പ്ലാന്റ്സ് സർവൈവ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതൊക്കെയാണ്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ, ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ഇതൊക്കെ കൂടുതലായിക്കഴിഞ്ഞാൽ നമ്മുടെ പെറ്റൂണിയ പോലുള്ള പ്ലാന്റ്സൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ കുറച്ച് പെറ്റൂണിയ പ്ലാന്റ്സിനെ, കുറച്ചല്ല ഒരു 4 പ്ലാന്റ്സിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്.
4ൽ ഒരെണ്ണം ചെറിയ വാട്ടമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ നട്ടപ്പോഴും ഇപ്പോഴും അതിന് ചെറിയൊരു വാട്ടം ഉണ്ട് കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് സത്യം പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യാനാണ് വച്ചിരുന്നത്. ഇത് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കണ്ടില്ല, നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ കൊറിയർ കുറച്ചങ്ങനെ ഒന്ന് ഡിലേ ആക്കി വയ്ക്കുന്നത്. നമ്മൾ ആരിൽ നിന്നും പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും പെറ്റൂണിയ പ്ലാന്റ്സിന് റിസീവ് ചെയ്തിട്ടില്ല. നമ്മൾ പ്ലാന്റ്സിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടും വീഡിയോയിൽ അനൗൺസ് ചെയ്യും എന്നായിരിക്കും അയക്കുന്നത്. അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ അങ്ങനെയും ഒക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അല്ലാണ്ട് വെച്ചാൽ ലൈവ് സെയിലായിരിക്കും കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. കുറച്ച് പേരെനിക്ക് ഹാങ്ങിങ് വിങ്കയുടെ കോമ്പോസൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആവുന്ന കോമ്പോസൊക്കെയാണ് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞില്ലായോ, നമ്മളെ പല നമ്പറിൽ നിന്നും ബുദ്ധിമുട്ടിക്കുന്ന ആളത് ഒരു പേഴ്സണെ ഉദ്ദേശിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ വന്ന കമൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കമൻറ്റ് സെക്ഷനിൽ തന്നെ തീർത്ത് പോകുക കേട്ടോ. സത്യം പറഞ്ഞാൽ ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നതെങ്കിലും ഇതിൻ്റെ മെയിൻ്റനൻസ് കുറച്ചധികം പാടുള്ള കാര്യമാണ്. കാരണം എനിക്ക് കൊച്ചുങ്ങളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇതിൻ്റെ പുറകെ നടക്കാനായിട്ട് ഒട്ടും ഇപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ ഇങ്ങനെ പോകണ്ട അല്ലെങ്കിൽ പ്ലാന്റ്സിനെ മിസ്സാക്കണ്ട എന്ന് വെച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇതിനൊരു ഷെൽട്ടർ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതും ഒരു ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചെയ്യാനായിട്ട് ഒരു കാരണമാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പ്ലാന്റ്സ് പോകാനായിട്ട് ഒരു കാരണങ്ങളാണ്. അല്ലാണ്ട് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ വിങ്ക പ്ലാന്റ്സൊക്കെ നമുക്ക് ഓക്കെയായി നിന്നിരുന്നു കേട്ടോ. നല്ലതായിട്ട് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പ്ലാന്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു വയ്ക്കാനൊരു പ്ലേസ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം. എന്തായാലും അതിനൊരു പരിഹാരം കാണണം എന്ന് വെച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. UV ഷീറ്റെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ UV ഷീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കിയാണല്ലോ UV ഷീറ്റ് ചെയ്യേണ്ടത്. അതിന് കുറച്ചധികം കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സഡനായിട്ട് ഞാനങ്ങനെ ഒരു കോസ്റ്റ് റിലീസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പ്ലാൻസ് ചെയ്യുന്നതെങ്കിലും സഡനായിട്ടൊരു കോസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അത്രത്തോളം ബൾക്കായിട്ട് നമുക്ക് സെയിലിന് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കില്ലേ. എനിക്ക് നമുക്ക് പൂക്കളെ എത്ര നേരം കണ്ടുകൊണ്ടിരുന്നാലും മതിയാവാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എത്ര പൂക്കളിങ്ങനെ വിരിഞ്ഞ് കിടന്നാലും അതെല്ലാം എൻ്റെ കയ്യിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സെയിൽ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം ഓരോ പ്ലാന്റ്സ് ഇങ്ങനെ സെയിൽ ചെയ്യാൻ എടുക്കുമ്പോഴും വേണോ കൊടുക്കണോ എന്ന് ആലോചിക്കും. കാരണം നമ്മൾ സെയിലിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ച് നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് അവർക്ക് പ്ലാൻസ് കൊടുക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ഹാങ്ങിങ് വിങ്കാസൊക്കെ ഒരുപാട് എൻ്റെ നിന്ന് മിസ്സായി. എന്നാലും നമ്മൾ മിസ്സായ കളേഴ്സായിരിക്കും ചിലപ്പോൾ കോംബോയിലിടുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അത് മാറ്റാറില്ല കേട്ടോ, അവർക്ക് തന്നെ കൊടുക്കാറുണ്ട്. പിന്നീട് നമ്മൾ പ്ലാൻസിന് വേണ്ടിയിട്ട് പലരുടെയും നമ്മൾ പ്ലാൻസ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ പെറ്റൂണിയാസ് എല്ലാം ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിലും ഒരുപാട് പൂക്കൾ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും നമ്മുടെ പെറ്റൂണിയാസിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഒരു പ്ലാന്റിനെങ്കിലും നമുക്ക് വേണം എന്ന് വെച്ചിട്ട് നമ്മൾ നട്ട് വയ്ക്കും. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് പെറ്റൂണിയാസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ ഇപ്പോൾ എല്ലാം കുറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പെറ്റൂണിയ വച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്ക് ഒരു പിടിയും ഇല്ലാണ്ടാണ് ഈ പ്ലാൻസൊക്കെ ഞാൻ വയ്ക്കുന്നത്. വീഡിയോ എടുക്കാനായിട്ട് ഫോണിൻ്റെ കേസ് കവറും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹൈറ്റിൽ കിടന്ന പെറ്റൂണിയയിൽ വെള്ളീച്ചയുടെ സംഭവം ഞാൻ കണ്ടു. അപ്പോൾ എക്സോഡസ് ജസ്റ്റ് സ്പ്രേ ചെയ്ത്, എക്സോഡസ് അല്ല കേട്ടോ, മാജിക്കാണ് കൊടുക്കുന്നത്. എക്സോഡസ് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മാജിക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. 1 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പ്ലാന്റ്സിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എക്സോഡസ് അടിക്കുമ്പോൾ റൂട്ടിൻ്റെ സൈഡിൽ മാജിക് അടിക്കുമ്പോൾ പ്ലാന്റ്സ് എന്തെങ്കിലും ഡാമേജായ പ്ലാന്റ്സ് ആണെങ്കിൽ ആ സൈഡിലൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ അത് പതിയെ പ്ലാന്റ്സ് പോകും. അങ്ങനെയും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഇതുപോലെ ഡെഡ് ലീഫും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് റിമൂവ് ആക്കണം. ഇല്ലയെന്ന് വെച്ചാൽ അതിലൊക്കെ വെള്ളം ഇരുന്ന് ഈർപ്പം ഉണ്ടായി പ്ലാന്റ് ചീത്തയാവും പതിയെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പെറ്റൂണിയയിൽ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് പെറ്റൂണിയ പ്ലാന്റ്സിൽ കറക്റ്റായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂ. ഇല്ലാച്ചാൽ ഇങ്ങനെ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോൾ പ്ലാന്റ്സ് അടിച്ചു പോകും. കഴിവതും പ്ലാന്റ്സിനെ ബുഷാക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ലീഫി ഗ്രോത്ത് ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഷേക്ക് ആവും. അല്ല വെച്ചാൽ നമ്മൾ വലിയ കാറ്റൊന്നും കിട്ടാത്തൊരു ഏരിയയിലായിരിക്കണം പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യുന്നത്. ഈ സിറ്റൗട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിലൊക്കെ ഈ വരുന്ന ആൾക്കാരുടെ തല കയറി ഇടിക്കുമ്പോൾ ഈ ഹാങ് ചെയ്ത് വരുന്ന പ്ലാന്റ്സ് എല്ലാം ഒടിഞ്ഞു പോകുന്നുണ്ട്. അതിനെൻ്റെ ടൈഡൽ വേവിൻ്റെ ബ്ലൂ പ്ലാന്റിന് ഒരു ചെറിയ വാട്ടം സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയോ ആ പ്ലാന്റ് ഷേക്ക് ആയിട്ടുണ്ട്. കാരണം പെറ്റൂണിയ പ്ലാന്റ്സ് അറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് ഷേക്കിംഗ് ആയാൽ തന്നെ റൂട്ട് ഇളകിയിട്ട് പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. അങ്ങനെയും ഉണ്ട് പ്രശ്നങ്ങൾ.